അരുണിമ പാർത്ഥസാരഥി എന്ന പാർത്ഥന്റെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ രാജകീയ വാസവും രാജ്യ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലെ നരകയാതനകളും കഴിഞ്ഞ് വില്ലാളി വീരനായ പാർത്ഥന്റെ നാമധേയത്തിൽ കേരളത്തിലേക്ക് വന്ന ഇവനെ ഈ മണ്ണും ഇവിടുത്തെ ആനപ്രേമികളും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് ഒരാനയ്ക്ക് ഇക്കാണുന്ന തലയെടുപ്പും ഗാംഭീര്യവുമെല്ലാം നേടുവാനാകുമോ? ആരും സമ്മതിക്കുന്ന ഒരു സത്യമാണ്. എന്തെല്ലാം വീമ്പുകൾ പറഞ്ഞാലും എത്രയൊക്കെ ഉന്നത പദവികളിലെത്തിയാലും മലയാളി ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു നാടൻ മട്ടുണ്ട്. ഇംഗ്ലീഷും ഫ്രഞ്ചും ലാറ്റിനും ജർമ്മനുമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒളിപ്പിച്ചു പിടിച്ച പൂച്ച മുണ്ടും മടക്കി കുത്തി പുറത്തു ചാടും. കുറച്ചുനാൾ ഈ മണ്ണിൽ വന്ന് പാർത്തു കഴിഞ്ഞാൽ ഏത് അമേരിക്കൻ പ്രസിഡന്റും ഇതൊക്കെ ശീലിക്കും. മലയാളി മണ്ണിൻ്റെ അത്തരം ശീലങ്ങൾ വളരെ നിഷ്കളങ്കതയോടെ കുറഞ്ഞ കാലം കൊണ്ട് സ്വായത്തമാക്കിയിരിക്കുകയാണ് ഈ മറുനാട്ടുകാരൻ. 4 പേർ ഒന്നിച്ചു കൂടുന്ന കവലയിൽ നിന്ന് 4 വർത്തമാനം പറയാനും പറയുന്നത് കേൾക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നാട്ടിടവഴികളിലൂടെയും കായൽക്കരയിലൂടെയുമെല്ലാം ഇങ്ങനെ നടക്കുവാനും ഇവന് വലിയ ഇഷ്ടമാണ്. മുത്തുമണികൾ വാരി വിതറിയതുപോലെ പദഗിരിയുള്ള കാതുകൾ ഇങ്ങനെ വീശി വീശി നിൽക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെ പാർത്ഥനുണ്ട്. ഇതിനിടയിൽ അക്കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ പണിക്ക് പിന്നിൽ ചെറിയ ഒരു നമ്പറുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാട്ടിൻപുറത്തുകാരനായ മലയാളിയുടെ എല്ലാ ഗുണവും ഇവൻ സ്വായത്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നത്. കണ്ടില്ലേ, പറഞ്ഞു തീർന്നില്ല. ഒന്നും അറിയാത്ത മട്ടിൽ നിന്ന് ആഞ്ഞങ്ങനെ മുറം പോലുള്ള ചെവികൾ വീശുകയാണ്. രസം എന്താണെന്നല്ലേ, ചെവിക്ക് പിന്നിൽ തറച്ചിട്ടുള്ള മൈക്രോ ചിപ്പ് 4 പേര് കാണണം, ശ്രദ്ധിക്കണം. അതെന്താണെന്ന് കൗതുകപൂർവ്വം തിരക്കണം. പാവം പാർത്ഥൻ, കേരളീയരെക്കുറിച്ച് ഇവന് എന്തറിയാം? നമ്മളുണ്ടോ തിരക്കുന്നു? അങ്ങനെയൊക്കെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് പോയില്ലേ? ഡൽഹിയിൽ നിന്നും പോരുമ്പോൾ തന്നെ ഇവൻ്റെ കാതിൽ മൈക്രോ ചിപ്പ് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇന്ന് ആനകളിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നത് സർവ്വവ്യാപകമാണെങ്കിലും അന്ന് ഇതുമായി കേരളത്തിൽ വരുന്ന ആദ്യത്തെ ആന ഇവൻ തന്നെ. അതിൻ്റെ ക്രെഡിറ്റ് ആരും തന്നെ സമ്മതിച്ചില്ലെങ്കിലും പാർത്ഥൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ഈ ചെവിയിളക്കം അതൊന്ന് ഉറപ്പിക്കലാണെന്ന് കളിയാക്കിയാലും വിഷമമില്ല, ഉള്ളതാണല്ലോ അത്. പൊക്കം കൊണ്ട് വളരെ പ്രത്യേകതകളുള്ള തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരാനയാണ് പാർത്ഥൻ. ഇവൻ്റെ സ്വഭാവം വളരെ വിശേഷപ്പെട്ടതാണ്. മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ഒരു ചരിത്രം തന്നെ ഇതിനില്ല. മതപ്പാടിലും ഏത് ആൾക്കാർക്കും ഇതിൻ്റെ അടുത്ത് വരാം എന്നുള്ളത് പാർത്ഥൻ്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ്. ഇവിടെ വരുമ്പോൾ ആനയുടെ ശരീരം ഇത്രയും വലിപ്പത്തിലല്ലായിരുന്നു. അടുത്ത കാലത്തായിട്ട് ആന നല്ലതുപോലെ ശരീരം വയ്ക്കുകയും പൂരപ്പറമ്പുകളിൽ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി പാർത്ഥന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.